ഉത്തര കൊറിയക്കെതിരായ ഉപരോധം വർഷങ്ങളായി നിരീക്ഷിച്ച UN വിദഗ്ധരുടെ സമിതിയുടെ അടുത്ത നീക്കത്തെ അടച്ചുപൂട്ടി റഷ്യ. ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ള ഉത്തര കൊറിയൻ ആയുധങ്ങൾ യുക്രൈനിൽ ഉപയോഗിക്കുന്നതിനായി റഷ്യ വാങ്ങിയതിലൂടെ റഷ്യ നിയമങ്ങൾ ലംഘിച്ചുവെന്ന റിപ്പോർട്ടുകൾ അന്വേഷിക്കുകയാണെന്ന് പാനൽ കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. ഉത്തര കൊറിയയുടെ കൈവശം ഏതൊക്കെ ആയുധങ്ങൾ ഉണ്ടെന്നും അവ ഉപയോഗിക്കുന്ന രീതിയും അറിയാൻ UN ഉത്തര കൊറിയയെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. പ്യോങ്യാങ്ങിന്റെ ആണവായുധ പദ്ധതികളിൽ 2006 മുതൽ UN സുരക്ഷാ കൗൺസിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നിയന്ത്രണങ്ങൾ ഇപ്പോഴും പ്രാബല്യത്തിലുമുണ്ട്. എന്നാൽ ഉത്തര കൊറിയയുടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കുന്ന UN വിദഗ്ധരുടെ സമിതിയുടെ പുതുക്കൽ റഷ്യ വിലക്കുകയാണ് ചെയ്തത്. സെക്യൂരിറ്റി കൗൺസിൽ വോട്ടെടുപ്പിൽ സ്ഥിരാംഗമെന്ന നിലയിലുള്ള വീറ്റോ, അതായത് വിലക്കൽ അധികാരം ഉപയോഗിച്ച് റഷ്യ പുതുക്കൽ തടയുകയും മറ്റ് 14 അംഗരാജ്യങ്ങളിൽ 13 എണ്ണവും ഈ ഉപരോധം തുടരാൻ വോട്ട് ചെയ്യുകയും ചെയ്തു. പ്യോങ്യാങ്ങിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ചൈന വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. യുക്രൈനിലെ യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങൾ പ്യോങ്യാങ് മോസ്കോയ്ക്ക് നൽകുന്നുവെന്ന അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും മറ്റു ആരോപണത്തെ തുടർന്നാണ് റഷ്യൻ നീക്കം. 14 വർഷമായി UN സെക്യൂരിറ്റി കൗൺസിൽ വർഷം തോറും പുതുക്കുന്ന പാനലിനെ റഷ്യ തടയുന്നത് ഇത് ആദ്യമാണ്. ഏകദേശം 20 വർഷം മുമ്പ് ഉത്തര കൊറിയയുടെ ആണവായുധങ്ങൾക്കും ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുകൾക്കുമെതിരെ ഏർപ്പെടുത്തിയ UN ഉപരോധങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കുന്ന ഈ പാനൽ ആയുധ കൈമാറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അന്വേഷിക്കുന്നുണ്ടെന്ന് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന് അറിഞ്ഞിട്ടും കിം ജോങ് ഉന്നിന്റെ ഭരണകൂടം ഈ ഉപരോധത്തെ വലിയ തോതിൽ അവഗണിച്ചു. ഉത്തര കൊറിയൻ നേതാവ് അതിവേഗം ആണവായുധ വികസനം തുടരുകയും സമീപ വർഷങ്ങളിൽ കൂടുതൽ അപകടകരമായ സൈനിക തന്ത്രം പിന്തുടരുകയും ചെയ്തു. വർദ്ധിച്ച മിസൈൽ പരീക്ഷണ വിക്ഷേപങ്ങളിലൂടെയും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിലൂടെയും ഉത്തര കൊറിയ ഉപരോധം ലംഘിക്കുന്നത് തുടരുകയാണെന്ന് UN വിദഗ്ധരും അഭിപ്രായപ്പെട്ടു. അതിനിടയിലാണ് ഉത്തര കൊറിയ ഭരണകൂടം ഈ വർഷം ഒരു ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത്. റഷ്യ നൽകിയെന്ന് വിശ്വസിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യയാണ് ഈ ഉപഗ്രഹത്തിനുള്ളതെന്നും റിപ്പോർട്ടുണ്ട്.